ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കടലിടുക്കിലേക്കാണ്, ഹോർമൂസ് കടലിടുക്ക്. തുടർച്ചയായ 13 രാത്രികൾ നീണ്ടുനിന്ന അമേരിക്കൻ ബോംബാക്രമണങ്ങൾ അവസാനിച്ചിട്ടും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഈ കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ മാത്രം കയ്യിലാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയിൽ അടുത്ത നീക്കം എന്താകുമെന്ന വലിയ ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം. 2 ആഴ്ചയായി ഇറാനിൽ നടത്തിവന്ന ശക്തമായിട്ടുള്ള വ്യോമാക്രമണങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്രതീക്ഷിതമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലോക പോലീസിന് നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത ചട്ടമ്പിയായി ഇറാൻ പരിണമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആക്രമിക്കാൻ ഇനി ലക്ഷ്യസ്ഥാനങ്ങൾ കുറവാണെന്നും അമേരിക്കയുടെ വ്യോമപ്രതിരോധ ആയുധങ്ങൾ കുറയുകയാണെന്നുമുള്ള സൈനിക നേതൃത്വത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ട്രംപ് ആക്രമണങ്ങൾ നിർത്തിവെച്ചത്. എന്നാൽ അമേരിക്ക ആക്രമണം നിർത്തിയതിന് തൊട്ടു പിന്നാലെ ഇറാൻ ചർച്ചകൾക്കായി യാചിക്കുകയാണെന്ന വമ്പൻ അവകാശവാദങ്ങളുമായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. ഈ വാദത്തെ മുഖത്തടിച്ചതുപോലെ തള്ളിയിരിക്കുകയാണ് ഇറാൻ. ചർച്ചകൾക്കായി അപേക്ഷിക്കുന്നത് തങ്ങളുടെ രക്തത്തിലില്ലെന്നും അത്തരം വാർത്തകൾ തികച്ചും കെട്ടിച്ചമച്ചതാണെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് തുറന്നടിച്ചു. അന്താരാഷ്ട്ര കടൽപാതയായിട്ടുള്ള ഹോർമൂസിൽ ഒരു രാജ്യങ്ങൾക്കും പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ലെങ്കിലും തങ്ങളുടെ അധീനതയിലുള്ള മേഖലയിൽ തങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് നിയമമെന്ന് ഇറാൻ ഇതിനോടകം തന്നെ പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തങ്ങളുടെ അനുമതിയില്ലാതെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടക്കാൻ ശ്രമിച്ച 6 കപ്പലുകളെ ഇറാൻ നിർദാക്ഷിണ്യം തിരിച്ചയച്ചു. അമേരിക്ക നിർദ്ദേശിക്കുന്ന ഒമാൻ തീരത്തു കൂടിയുള്ള വഴിയല്ല, മറിച്ച് തങ്ങൾ നിയന്ത്രിക്കുന്ന വഴിയെ കപ്പലുകൾ പോകാവൂ എന്നും അവിടെ ട്രാൻസിറ്റ് ഫീസ് ഈടാക്കുമെന്നുമാണ് ഇറാന്റെ നിലപാട്. ഇത്രയും കാലം നീണ്ടുനിന്ന അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇറാൻ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിയിൽ 4 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അമേരിക്ക ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയതോടെ ആഗോള എണ്ണ വിപണിക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. $100 മുകളിലായിരുന്ന ബ്രെന്റ് ക്രൂഡ് വില 8% ഇടിഞ്ഞ് ബാരലിന് $89 താഴെ എത്തി. എന്നാൽ ഈ ആശ്വാസം എത്ര കാലം നിലനിൽക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. കാരണം ചെങ്കടലിൽ സൗദിയുടെ എണ്ണ വ്യവസായത്തെ ഉപരോധിക്കുമെന്ന ഇറാന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഹൂത്തികൾ കഴിഞ്ഞ ആഴ്ച ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനിടയിൽ ഒമാനുമായി ചേർന്ന് ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ നിയന്ത്രണം ഔദ്യോഗികമാക്കാനും ഇറാൻ ഇപ്പോൾ നീക്കം നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഇറാന്റെ പിടി അയർത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ അമേരിക്കൻ സൈനിക നീക്കം എങ്ങുമെത്താതെ നിൽക്കുകയാണ്. ഉപരോധങ്ങളും ബോംബാക്രമണങ്ങളും കൊണ്ട് ഇറാനെ തളർത്താമെന്ന അമേരിക്കൻ തന്ത്രത്തിനാണ് ഇവിടെ തിരിച്ചടിയേറ്റത്. തങ്ങളുടെ സൈനിക പരിമിതികൾ വെളിപ്പെട്ട അമേരിക്കയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത നിലപാടുമായി ഇറാനും നേർക്കുനേർ നിൽക്കുമ്പോൾ ഈ ഭൗമരാഷ്ട്രീയ പോരാട്ടത്തിൽ ഇനി എന്താകും സംഭവിക്കുക എന്ന ഉദ്വേഗത്തിലാണ് ലോകരാജ്യങ്ങൾ.